ശിവസം തെങ്ങുപള്ളി നോക്കൂ, കെ വി എസിന്റെ കണക്ക് കൃത്യമാണ്. 142 മണ്ഡലങ്ങളിൽ 2 ലക്ഷത്തിലധികം, 105 44 മണ്ഡലങ്ങളിൽ 4 ലക്ഷത്തിലധികം, 14 മണ്ഡലങ്ങളിൽ 5 ലക്ഷത്തിലധികം. ഇനി വരാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വോട്ട് നേടി 272 മണ്ഡലങ്ങൾ സ്വന്തമാക്കും. അതായത് നെഹ്റുവിന് കഴിയാത്ത രീതിയിൽ ആകെ വോട്ടിന്റെ 50% കടത്തും BJP. അല്ല ശ്രീ നികേഷ് കുമാർ, ശരിയാണ്. 2019 ഫാക്ടർ ഉണ്ടായിരുന്നു. അന്ന് മോദി മോദി എന്ന് വിളിക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. എന്തുകൊണ്ടാ? ബാലാക്കോട്ടിൽ പോയി തിരിച്ചടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നോക്കൂ, എന്നെ അനുഗ്രഹിക്കൂ. ആ തിരിച്ചടിക്ക് എന്റെ കൈകൾക്ക് ശക്തി പകരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി വന്നത്. സ്വാഭാവികമായും പുൽവാമയിൽ നമ്മുടെ ജവാന്മാർ നീക്കപ്പെടുമ്പോൾ അതിന് തിരിച്ചടി കൊടുത്തു എന്നുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ, ഒരു കുക്കിടപ്പ് സ്റ്റോറിയുമായി വരാൻ മോദിക്ക് സാധിച്ചിരുന്നു. പക്ഷെ അത് നുണയായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തെളിയിക്കപ്പെട്ടു. ഇപ്പോഴും BJPയുടെ 5 രൂപ മെമ്പർ ആയിട്ടുള്ള മുൻ കാശ്മീർ ഗവർണറുടെ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതുവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ BJP? ഇതുവരെ നിയമ നടപടിക്ക് മുന്നോട്ട് പോയിട്ടുണ്ടോ? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അപ്പോ ആ ബാലാക്കോട്ട് ഫാക്ടർ, മോദി ഫാക്ടർ അല്ല, ആ ബാലാക്കോട്ട് ഫാക്ടർ ഇത്തവണ ഇല്ല. 2014 ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു, അത് മോദി ഫാക്ടർ അല്ല, ആന്റി UPA ഫാക്ടർ ആയിരുന്നു. UPA ഗവൺമെന്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്, UPA ഗവൺമെന്റ് ഒരു അഴിമതി ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് ഇവർ വിജയം കണ്ടു. അതിൽ അന്ന് ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഇടതു പാർട്ടികൾ അടക്കമുള്ളവർക്കും പങ്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്ന് അഴിമതിക്കാർ എന്ന് സുഷമാ സ്വരാജ് എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പാർലമെന്റിനുള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞവരെല്ലാം ഇന്ന് BJP പാളയത്തിലാണ്. അത് ജനം തിരിച്ചറിയുന്നില്ലേ? അത് ജനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വലിയ വേവ് രാജ്യത്തൊരിടത്തും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം കണക്ക് പറഞ്ഞല്ലോ, ഞാൻ മറ്റൊരു കണക്ക് പറയാം. സൗത്ത് ഇന്ത്യയിൽ 29 സീറ്റ് കഴിഞ്ഞ് നമ്മളെ കിട്ടിയത്, BJPക്ക് കിട്ടിയതിൽ 25 സീറ്റും കർണാടകയിൽ നിന്നാണ്. അവിടെ മോദി ഫാക്ടർ ആണോ ഇത്തവണയുള്ളത് നികേഷ്? ശ്രീ MV നികേഷ് കുമാർ, അവിടെ ഈ തവണ ഒരു ഫാക്ടർ, ഒരു കാറ്റ് വീശുന്നുണ്ട്. അത് പ്രജുൽ രേവണ്ണ ഫാക്ടറാണ്. ആ പ്രജുൽ രേവണ്ണ ഫാക്ടറിന്റെ ഇടയിൽ 25 സീറ്റ് എന്ന 2019 നമ്പർ പോയിട്ട് 2 അക്കം കടക്കാൻ BJPക്ക് കഴിയുമോ? മോദിയുടെ ഒരു വിശ്വാസത്തിൽ, ഒരു ഗ്യാരണ്ടിയിൽ പറയുന്നത് സ്ത്രീ സംരക്ഷണമാണല്ലോ. ഇവരുടെ തന്നെ നേതാവായ ബ്രിജ്ഭൂഷണെ ഭയന്ന് സ്വന്തം സഹ പാർലമെന്റേറിയൻസിന് പോലും പാർലമെന്റിൽ കടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഒടുക്കം ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ട് അത് നടക്കാതെ വന്നപ്പോ ഒടക്കം മകൻ കരൺ ഭൂഷന് സീറ്റ് കൊടുത്തു. മോദി തന്നെ പറയല്ലേ, ഇതാ നിങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പറിച്ച് ആർക്ക് കൊടുക്കും? മുസ്ലിങ്ങൾക്ക് കൊടുക്കും, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ രാജ്യത്തെ ഒളിമ്പ്യൻസ് അവരുടെ കെട്ടുതാലിയേക്കാൾ പവിത്രമായി അവരുടെ ആയുഷ്കാലം മുഴുവൻ പണിയെടുത്ത് സമ്പാദിച്ച മെഡലുകൾ ഉണ്ടല്ലോ, അവരിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മെഡലുകൾ, അത് കൊണ്ടുപോയി ഗംഗയിൽ ഒതുക്കേണ്ട ഗതി ഉണ്ടാക്കിയത് ആരാ? കെട്ടുതാലി കോൺഗ്രസ് വരച്ചെടുത്തത് ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അജണ്ട കോൺഗ്രസിനുള്ളതായി ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിനോളം തന്നെ പവിത്രമായി ഇന്ത്യൻ രാജ്യത്തെ സ്ത്രീകളായിട്ടുള്ള ഒളിമ്പ്യൻസ്, ഇന്ത്യൻ രാജ്യത്തെ സ്ത്രീകളായ കായിക താരങ്ങൾ അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മെഡലുകൾ പറിച്ചെടുക്കുന്ന ബ്രിജ്ഭൂഷണെയും പറിച്ചെടുക്കുന്ന BJPയും രാജ്യം കണ്ടില്ലേ? അപ്പൊ സ്വാഭാവികമായും അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ചർച്ച ചെയ്യപ്പെട്ടത് കോൺഗ്രസിന് മാത്രം അനുകൂലമായല്ല, ഇന്ത്യ ബ്ലോക്കിന് ആകെ അനുകൂലമായി വരുമെന്നാണ് ഞങ്ങൾ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. Debate with MV Nigesh Kumar.